ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. എന്നോട് പിണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. പിണക്കം മാറ്റാം. വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുമെന്ന്. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ ഇന്നലെ രാത്രി എന്താ എന്നോട് പറഞ്ഞത്? എനിക്ക് പിക്കപ്പ് ലൈൻ പറയാൻ അറിഞ്ഞുകൂടന്നു. ഞാൻ പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സിനിമയിലുണ്ട് പ്രേമലു, ചിത്രകഥയിലുണ്ട് കമാലു, നീ എന്റെ ഡെലുലു. എങ്ങനെയുണ്ട്? പിന്നെ എന്റെ വീട്ടുകാർക്ക് ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. വീട്ടുകാർ പറഞ്ഞു ഓക്കെ, സമ്മതമാണെങ്കിൽ കെട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വീട്ടുകാരോട് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കണം. ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തോന്നു? എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് ജസ്റ്റ് ബ്രേക്കപ്പ്. മൂന്ന് അറ്റാക്ക് കഴിഞ്ഞ് എന്റെ അടുത്തോട് പറഞ്ഞു കേട്ടാ. ബ്രേക്കപ്പിന് പറയാം, ജസ്റ്റ് ബ്രേക്കപ്പ് എന്ന്. ഞാൻ നിന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്? എന്റെ മുഖത്ത് നോക്കി പറയാം എന്നെ വേണ്ടെന്ന്. ഇറങ്ങിപ്പോടാ പട്ടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ മുഖത്ത് നോക്കി പറയാം എന്നെ വേണ്ടെന്ന്. എന്റെ മുഖത്ത് നോക്കി, എന്റെ കണ്ണി നോക്കി പറയാം എന്നെ വേണ്ടെന്ന്. ഇറങ്ങിപ്പോടാ തിണ്ടി എന്റെ വീട്ടിൽ നിന്ന്. അങ്ങനെയല്ല, ഇത് ഡെലിവറി അല്ല. ഇത് ഡെലിവറി, എന്റെ ഡെലിവറി ഇങ്ങനെ അല്ല. എന്റെ മുഖത്ത് നോക്കി പറ ഡെലിവറി എന്നെ വേണ്ടെന്ന് പറ. അത്തലേടാ തെണ്ടി ഞാൻ പറഞ്ഞു ഇവിടെ ഇറങ്ങിപ്പോവാൻ. ഡെലിവറി ഇഷ്ടമല്ല. ഡെലിവറി എനിക്ക് ഇഷ്ടമല്ല, നിന്നെ ഇഷ്ടമല്ല. സത്യം പറയാൻ ഇഷ്ടമല്ല ഡെലിവറി. ഓഹോ, കാണാൻ കൊള്ളാന്നുള്ള മുത്തശ്ശിയാർക്ക് നിങ്ങൾക്ക് ചോദിക്കാനും പറയണ വീട്ടിൽ മക്കളൊന്നും ഇല്ലേ? ഈ മോശത്തെ ഇതൊക്കെ ഒരു മനുഷ്യ ഒരു സ്ത്രീക്ക് അയക്കാൻ പാടുണ്ടോ? ഞാനൊക്കെ ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് അപ്പം ഡെലുലു അല്ല, ഡെലുവിനെ കൊണ്ട് നിങ്ങൾ പറയിച്ചാണല്ലേ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ ഡെലുവിനെ ഒരിക്കലും മറക്കാൻ പറ്റൂല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇടപ്പഴിഞ്ഞിപ്പുഴ, ഇരഞ്ഞിപ്പുഴ അല്ല, ഇലയിലുള്ള പുഴു അല്ലല്ല, ഇലവഴിഞ്ഞിപ്പുഴ. അത് തന്നെ, ഇലവഴിഞ്ഞിപ്പുഴ മോദിയിലുള്ളതാണെങ്കിൽ എലീൻ അറബിക്കുള്ളതാണ്. അതല്ല, ഈ സലാഡ് എനിക്കുള്ളതാണ്. അല്ല, ഈ ഗുലാമു എനിക്കുള്ളതാണ്. അയ്യോ, ഇതെന്തിന്? ഈ ലുലുലു ഡെലിവറി എനിക്കുള്ളതാണ്. അപ്പൊ വെള്ളം കുടി. ബിപിയുടെ ഗുളിക കഴിച്ചായിരുന്നാ? ബിപിയുടെ ഗുളിക കഴിച്ചായിരുന്നാ? അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളതൊക്കെ അവൾക്കും ഉണ്ട്, അവൾക്കുള്ളതൊക്കെ എനിക്കും ഉണ്ട്. അതെന്തോന്ന്? SPC. ഓ, ഷുഗർ പ്ലസ് കൊസറ്. ഷുഗർ പ്ലസ് കൊസറോള്. ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ പറയാൻ പോലും എനിക്ക് പറ്റില്ല. അതാണ്. മാത്രമല്ല ഒരു കാര്യം അറിയാം, ഈ ഡെലുലു ഭയങ്കര കലാകാരിയാണ്. ഡെലുലു ഞാനും ഇവളും തമ്മില് ഡിവറ്റ് വരെ എടുത്തു. ഈ ഡെലുലു നന്നായിട്ട് നൃത്തം ചെയ്യും. ഈ ഡെലുലു നന്നായിട്ട് പാട്ട് പാടും. നിനക്കറിയാമോ? ഞാൻ കാണിച്ചു തരാം. എന്റെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇത്ര കാലമായിട്ട് ഞാൻ ജനിച്ചിട്ട് ഇതുവരെ മുത്തശ്ശ അനാവശ്യങ്ങളൊന്നും പറയരുത്. ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കണം. ഞാനും ഇവളും കൂടെ ഡിവറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ? എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ഞാൻ പോവാ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു അതെ ശാലിനിയും കൂടെ അങ്ങോട്ട് മാറി. ഇതിന്റെ പിടിയുടെ ഇതിന് BP മാത്രമല്ല, വേറെ എന്തൊക്കെ ഉണ്ട്. ഒരു കുടുംബത്തിൽ കഴിഞ്ഞ തുണി അടിച്ചിട്ട് നാണം കെടുത്തി. എനിക്ക് മനസ്സിലായി. അല്ല, അത് അപ്പൊ സംഭവം ഇങ്ങനെ ചവിട്ടി പിടിച്ചു. പിടിച്ചല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഈ ഡെലുലു എന്റെ അടുത്ത് ഡിവറ്റ് മാത്രമല്ല, അത് കുഴപ്പമില്ല, അത് വിട്. നിങ്ങൾ ഈ ഡെലുലു എന്റെ അടുത്ത് റീൽസ് വരെ ചെയ്തിട്ടുണ്ട്. അറിയാമോ? ഈ ഡെലുലു ഡാൻസ് കളിച്ചു. ഡാൻസ് കളിച്ച് കാണിച്ചു. നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇതിലുണ്ട്.
പോയി ചെയ്യാനാ. ദൈവമേ. മുത്തശ്ശൻ നേരത്തെ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് പുഴു അടിച്ചേനെ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഡെലുവിനെ ഇഷ്ടമാണ്. വേറൊന്നുമല്ല, ഈ ഡെലുവിന്റെ കലാവാസന ഞാനാണ് പുറത്തു കൊണ്ടുവന്നത്. അറിയാമോ, എനിക്ക് ഡെലുവില്ലാതെ പറ്റൂല. മുത്തശ്ശിയുടെ അഭിപ്രായം ചോദിക്ക്. മുത്തശ്ശിയുടെ അഭിപ്രായം തോന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. നമ്മളെ ഇഷ്ടക്കേട് നോക്കട്ടെ, മുത്തശ്ശിക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലോ അത് പറയണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അതാണ് അതാണ് ഞങ്ങളെ ഒന്നിപ്പിക്കണം. സംഭവമൊക്കെ പക്ഷെ നാട്ടുകാരറിഞ്ഞ എന്തോ വിചാരിക്കും? നാട്ടുകാരറിഞ്ഞ എന്തോ വിചാരിക്കും? നാട്ടുകാരാ? പിന്നെ നിങ്ങൾ നാട്ടുകാരല്ലോ, നിങ്ങൾ പറ, നിങ്ങൾ ഒന്നിക്കണ്ട്. ഒന്നിക്കണ്ട് വഞ്ചിപ്പാട്ടുകാരെ നമ്മൾ ഒന്നിക്കണ്ട്. നമ്മൾ ഒന്നിക്കണം. നാട്ടുകാരെ മൊത്തം പറഞ്ഞു ഞങ്ങൾ ഒന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം? അവർക്ക് ഈ പ്രായത്തിൽ അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കളയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ റീൽസും പരിപാടിയൊന്നും വേണ്ട. അതില്ല, കുടുംബത്തിൽ വെളിയിറങ്ങി നടക്കണം. അതുകൊണ്ടാണ് അത് കല്യാണം കഴിച്ച് മാന്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ. ഡെലുലു പറഞ്ഞേട്ടാ, നമ്മൾ ഒന്നിക്കാൻ പോണെന്ന്. ഇനി കഴിയോ? അപ്പൊ നമ്മള് എന്നാ കല്യാണം കഴിക്കുന്നേ? ആദ്യം വലിവിന്റെ മരുന്ന് കഴിക്ക്, എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. ഓക്കെ ഡെലുലു. പ്രേമലു, ചിത്രകഥയിലുണ്ട് കമാലു, കോമഡി മാസ്റ്റേഴ്സിലുണ്ട് ഡെലുലു. കോമഡി